നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം വാർഷികാഘോഷ നിറവിലാണ്. എന്നാൽ വരടിയം ഗവൺമെൻറ് UP സ്കൂളിലെ വാർഷികാഘോഷത്തിന് സവിശേഷത ഏറെയുണ്ട്. ഇവിടുത്തെ ട്രാഫിക് സംവിധാനം കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് മുഴുവൻ മാതൃകയാണ്. ഇതടക്കമുള്ള വാർത്തകളുണ്ട് വീണ ന്യൂസിൽ. പരിശോധിക്കാം തലക്കെട്ടുകൾ. വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. അക്ഷര കേരളത്തിൽ വേറിട്ട ശബ്ദവും മികവിന്റെ പ്രതീകവുമായി വരടിയം ഗവൺമെന്റ് UP സ്കൂൾ. എന്തൊരു ചന്തവും അത്യന്താധുനിക സംവിധാനങ്ങളുമാണ് അവണൂരിലെ ഈ സരസ്വതി ക്ഷേത്രത്തിൽ. മികവിന്റെ കൊടിയടയാള പ്രതീകമായി MLA ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ച് നിർമ്മിച്ച നൂതന കവാടം. വരുന്നു 3 കോടി രൂപ ചെലവഴിച്ച് 2 കെട്ടിടങ്ങൾ. മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയായി സ്കൂളിൽ ട്രാഫിക് സംവിധാനം. 114 വർഷത്തിന്റെ നിറവിൽ ജനകീയ കൂട്ടായ്മയുടെ കരുത്തിൽ സ്കൂൾ. വാർഷികാഘോഷവും മറ്റു പരിപാടികളും മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയ മികവിൽ കേരളത്തിൻ്റെത് സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടമെന്ന് രാജേഷ്. MLAയുടെ നേതൃത്വം വികസന കരുത്താണെന്നും പ്രശംസ. സംസ്ഥാന തലത്തിൽ ഇരട്ട പുരസ്കാര നിറവിൽ വടക്കാഞ്ചേരി നഗരസഭ. മിന്നുന്ന ചരിത്ര നേട്ടം. 87 നഗരസഭകളുമായി മത്സരിച്ച് പൗരാവലിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഭരണസമിതിക്ക് അത്യുജ്വല സ്വീകരണം. മാലിന്യ നിർമ്മാർജ്ജനത്തിനൊപ്പം സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളെയും തുടച്ചു നീക്കണമെന്ന് K രാധാകൃഷ്ണൻ MP പൗരസ്വീകരണം ഉദ്ഘാടനം ചെയ്ത് ആലത്തൂർ MP. വർഷങ്ങളായി ക്രിമിനൽ കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലുമൊക്കെ സജീവമായിട്ടുള്ള ഏകദേശം ഒരു ഇലക്ഷനെ ബൈക്കുകൾ കത്തിച്ച് 4 മാസം ജയിലിൽ കിടന്ന ആളാണ് സേവിയർ. സ്വാഭാവികമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. യാദൃശികമായിട്ടുണ്ടായ ഒരു കൊലയായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഇത് വളരെ ആസൂത്രിതമായ ഒരേ പാർട്ടിക്കാരായ ആളുകൾ, ആ പാർട്ടിക്കകത്തുണ്ടായ തർക്കം, അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽപ്പനയും മറ്റു അവർ തമ്മിലുള്ള കച്ചവട സംബന്ധമായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ഉത്രാളി പൂരദിനത്തിൽ വടക്കാഞ്ചേരിയിൽ നടന്ന കൊലപാതകത്തിന് പിന്നിൽ മദ്യമയക്കുമരുന്ന് മാഫിയയുടെ കുടിപ്പകയെന്ന് കോൺഗ്രസ്. കൊലപാതകത്തിന് പിന്നാലെ നാട്ടിൽ അരാജകത്വം നിലനിൽക്കുന്നതായി ആരോപണം. CPM പ്രവർത്തകർ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിനെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണം. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളുടെ പട്ടികയിൽ വടക്കാഞ്ചേരി കൊലപാതകവും ഉൾപ്പെടുത്തണം. മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി നേതാക്കൾ. പഞ്ചായത്തിന്റെ വികസന മുന്നേറ്റത്തിനുതകുന്ന നിരവധി പദ്ധതികളുമായി തോളൂർ പഞ്ചായത്ത് ബജറ്റ്. കാർഷിക വികസനത്തിന് ഊന്നൽ. വാസയോഗ്യമായ ഭവനങ്ങൾ, റോഡ്, ശുചിത്വം, ആരോഗ്യം എന്നിവയ്ക്കും പ്രാധാന്യം. 17,84,243 രൂപ വരവ്. 16,74,18,800 രൂപ ചെലവ്. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അവതരിപ്പിച്ച ബജറ്റിൽ 41,65,443 രൂപ മിച്ചം. മുളങ്കുന്നത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ RMO ഡോക്ടർ AM രൺദീപിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ നടപടിക്രമങ്ങളുമായി ആരോഗ്യവകുപ്പ്. അനധികൃതമായി അവധിയെടുത്തതായി കുറ്റപത്രം. മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർക്കെതിരെയാണ് അച്ചടക്കവാൾ. RTC മാതൃകയിൽ അവധി അപേക്ഷ നൽകാത്ത നടപടിയും ഡോക്ടർക്ക് തിരിച്ചടി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാടിന് ഐശ്വര്യപുണ്യമായി ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം. സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഭക്തിനിർഭര പരിപാടികൾ. ശനിയാഴ്ച വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു.
നവാഹവേദിയിൽ പെരുങ്ങണ്ടൂർ ജനനി ടീമിന്റെ തിരുവാതിരക്കളി ആസ്വാദക മനം കവർന്നു. കർഷക തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അതിശക്തമായ പ്രക്ഷോഭവുമായി KSKTU രംഗത്ത്. നെൽവയൽ സംരക്ഷണ നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യം. ഭൂമി തരം മാറ്റാൻ തരിശിടരുതെന്ന് മുദ്രാവാക്യം. അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകണമെന്ന് സംഘടന. തലപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വടക്കാഞ്ചേരി, ചേലക്കര, വള്ളത്തോൾ നഗർ, പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റികൾ കണ്ണികളായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിപ്പൂരം സുഗമമായി നടത്താൻ പൂരക്കമ്മിറ്റികൾക്ക് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ 5 ലക്ഷം രൂപ. പൂരത്തിന് പിന്നാലെ പണം കോർഡിനേഷൻ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക്. ടൂറിസം വകുപ്പിന്റെ സർക്കുലർ MLA സേവ്യർ ചിറ്റിലപ്പള്ളി കോർഡിനേഷൻ കമ്മിറ്റിക്ക് കൈമാറി. കോർഡിനേറ്റർ V. സുരേഷ് കുമാർ ഏറ്റുവാങ്ങി. പൂരത്തിന്റെ പെരുമ വാനോളം ഉയർത്തിയ പൂരക്കമ്മിറ്റികൾക്കും സുരക്ഷയൊരുക്കിയ ആക്സ് പ്രവർത്തകർക്കും പോലീസിനും വ്യാപാരികളുടെ ആദരം 5-ന്. പാർലിക്കാട് പാടശേഖരത്തിനു സമീപം റെയിൽ പാളത്തിനരികിൽ അഗ്നിബാധ. ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. കനത്ത ചൂടിൽ പാതയോരത്തെ അടിക്കാടുകൾക്കാണ് തീ പടർന്നത്. തീപിടുത്തമുണ്ടായ പ്രദേശത്തിന് തൊട്ടു മുമ്പിലായി ഗുഡ്സ് ട്രെയിൻ പിടിച്ചിട്ടു. റെയിൽവേ ജീവനക്കാരെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അമ്പലപുരത്തിന്റെ അക്ഷരമുത്തശ്ശിക്ക് 107 വയസ്സിന്റെ നിറവ്. ദേശവിദ്യാലയം UP സ്കൂളിൽ ഉത്സവ നിറവിൽ വാർഷികാഘോഷം. അധ്യാപക രക്ഷാകർതൃദിനവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. കേളീരവം 2K25 എന്ന് പേരിട്ട വാർഷികാഘോഷ പരിപാടികൾ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഭൂനികുതി കൊള്ളയാണെന്ന ആരോപണം. ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യം. കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാതെ സർക്കാർ കേരള കലാമണ്ഡലത്തിൽ റിട്ടയർഡ് അധ്യാപകരെ വെല്ലുവിളിക്കുകയാണെന്ന ആരോപണം. UGCയുടെ 6ാം ശമ്പള പരിഷ്കരണത്തിലെ അപാകത പരിഹരിക്കണമെന്ന ആവശ്യം. 2007 മുതലുള്ള കുടിശ്ശികയും ആനുകൂല്യങ്ങളും നൽകണമെന്ന് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ. മാർച്ച് 5 മുതൽ അനിശ്ചിതകാല സമരം.